ലോകത്തിലെ ഏറ്റവും വലിയ സഭാ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഒരു സ്ഥാപനമാണ് കാത്തലിക് സഭ. സംശയമില്ലാത്ത കാര്യമാണ്. കേരളത്തിലെ സീറോ മലബാറും കാത്തലിക് സഭയെന്ന് പറയുന്നത് ഏറ്റവും സ്ട്രെങ്തൻഡ് ആണ്. അവരുടെ ബിഷപ്സ് ആണെങ്കിലും അവരുടെ കെട്ടുറപ്പാണെങ്കിലും ആ സഭയുമായി ബന്ധപ്പെട്ട് അവരെങ്ങനെയാണത് ഷേപ്പ് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന മറ്റുള്ള സഭകൾ പോലല്ല, വ്യക്തമായ സ്ട്രക്ചറുണ്ട് ഇതിൻ്റെ അകത്ത്. ഓക്കെ, അതിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു സഭയ്ക്കകത്തോട്ട് ഈ പറയുന്ന സഭയിലെ സീനിയർ പാതിരിമാരൊക്കെയുള്ള ചാലക്കുടി, അങ്കമാലി, എറണാകുളം രൂപതയ്ക്കകത്തോട്ട് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അതിനകത്ത് കയറി എന്നുണ്ടെങ്കിൽ ഞാൻ ജിബിനോട് വളരെ കൃത്യമായിട്ട് പറയാം, ഈ സഭ നാശത്തിലോട്ട് പോവുകയാണ്. അങ്ങനെ ഉണ്ട് എങ്കിൽ അതായത് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞത് സത്യമാണ് എന്നുണ്ടെങ്കിൽ, ശരിയാണെന്നുണ്ടെങ്കിൽ ഈ സഭയ്ക്ക് ഇനിയും കേരളത്തിലും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. കാരണം അത്ര വീക്കായി. ഇത് ഉണ്ടെങ്കിൽ തന്നെ ഇതിനൊരു സൊല്യൂഷനാണ് ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടത്. കാരണം ഞാനൊരു കാര്യം പറയാം, ഇന്ത്യക്ക് കാത്തലിക് സഭ കൊടുത്ത കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ മലയാളികളായ അച്ഛന്മാരും കന്യാസ്ത്രീകളുമാണ് ഈ പറയുന്ന ഇന്ത്യക്ക് കോൺട്രിബ്യൂഷൻ കൊടുത്തിരിക്കുന്നത്. മലയാളികൾ തന്നെയാണ്. ഓക്കെ, നമ്മളിത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മലയാളികൾ തന്നെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും ഈ പിന്നെ ഇന്ത്യയിലെമ്പാടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ ഈ ഹോസ്പിറ്റൽസ്, ഇതിനെല്ലാം ലീഡ് ചെയ്യുന്നത് മലയാളത്തിൽ നിന്ന്, കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളോ അച്ഛന്മാരോ. അതെ, അത് തന്നെയാണ്. അല്ലാതെ മറ്റുള്ള സ്റ്റേറ്റുകാർക്കൊന്നും വലിയ പ്രാധാന്യമുണ്ട്. മലയാളികളുടെ അച്ചടക്കവും അവരുടെ ഡിറ്റർമിനേഷൻ, അഗ്രസീവായിട്ടുള്ള പ്രൊഫഷണലിസം, അഗ്രസീവായിട്ടുള്ള വർക്കിന്റെ മെറിറ്റ് ഈ മലയാളികളായ കാത്തലിക്സ് അച്ഛന്മാരും അതേപോലെ ബിഷപ്പുമാരും അവർ ഭയങ്കര കഴിവുള്ളവർ. ഇവരൊക്കെ നല്ലൊരു ശതമാനം വിദേശത്ത് പോയി എഡ്യൂക്കേറ്റ് ചെയ്ത് വന്നിട്ടാണ് അവർ ഈ മിഷൻ ആക്ടിവിറ്റീസിൽ പ്രവർത്തിക്കുന്നത്. ഓക്കെ, കൂടുതലും മിഷൻ എന്ന് പറയുന്നത് കൂടുതലും ചാരിറ്റി ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് അവർ ചെയ്യുന്നത്. അവർ ഗോസ്പലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകുന്നു, കുർബാന സംഭവം, ആ ഒരു രീതിയിൽ അങ്ങ് പോകുന്നേ ഉള്ളൂ.